നമസ്കാരം. ഷിബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് BA BSc 4th സെമസ്റ്ററിലെ സ്വപ്നവാസദത്ത നാടകത്തിന്റെ 3ാം അംഗത്തിലേക്ക് പോകാം. മൊത്തം 6 അംഗങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 അംഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3, 4, 5, 6 അംഗങ്ങൾ ഈ രണ്ടാമത്തെ പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ അംഗത്തിന്റെ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് വാസവദത്തയുടെ ഭർത്താവായ ഉദയനൻ രണ്ടാമത്തെ ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു. അത് വാസവദത്ത താമസിക്കുന്ന രാജ്യത്തെ രാജകുമാരിയായ പത്മാവതിയാണ്. അപ്പം വിവാഹം വാസവദത്തയുടെ ചിന്തയിലാണ് 3ാം അംഗം തുടങ്ങുന്നത്. വിവാഹത്തിന്റെ ആഹ്ലാദം നിറഞ്ഞ അന്തഃപുരത്തിലെ നാലുകെട്ടിൽ ഞാൻ പത്മാവതിയെ വിട്ടിട്ട് ഈ വനത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത കഷ്ടകാലം തന്നെ. എന്റെ ഭർത്താവ് മറ്റൊരാളുടേതായി തീരുകയാണല്ലോ. അപ്പൊ ഇവിടെ ഇരിക്കാം. കാരണം ഇനി അവിടെ പറയുന്ന ഭാഗം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ചക്രവാക പിട ധന്യയാണ്. കാരണം ഇണയെ പിരിഞ്ഞാൽ അത് പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ പ്രാണത്യാഗം ചെയ്യുന്നതുമില്ല. ഞാനാണെങ്കിൽ എന്റെ പ്രാണനെ വെടിയുന്നതുമില്ല. എന്റെ ആര്യപുത്രനെ ഒന്ന് കാണാമല്ലോ എന്ന ആശ കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴേക്കും പൂവുമായിട്ട് പത്മാവതിയുടെ തോഴി പ്രവേശിക്കുന്നു. ആര്യ അവന്തിക എങ്ങോട്ട് പോയി ചുറ്റു നടന്ന് നോക്കിയിട്ട്, അയ്യോ മഞ്ഞിൽ മറഞ്ഞ ചന്ദ്രക്കര പോലെ ഇവിടെ ഇരിക്കുകയാണല്ലോ. അടുത്ത് ചെന്ന് അവൾ വാസവദത്തെ വിളിക്കുന്നു. ഞാൻ എത്ര നേരമായി നിങ്ങളെ അന്വേഷിക്കുന്നു. വാസവദത്ത എന്തിനെന്ന് ചോദിക്കുമ്പോൾ തോഴിയുടെ മറുപടി കുലമഹത്വം, സ്നേഹം, നൈപുണ്യം ഇവയെല്ലാം ചിന്തിച്ചിട്ട് മഹാറാണി എന്നോട് പറഞ്ഞു, പത്മാവതി പറഞ്ഞു, ആര്യ വേണം, അതായത് വാസവദത്ത വേണം അവളുടെ ഭർത്താവിന്, അതായത് പത്മാവതിയുടെ ഭർത്താവിന് അണിയാനുള്ള മാല കെട്ടേണ്ടത്. ആർക്കുള്ള മാലയാണ് ഞാൻ കെട്ടേണ്ടത്? തമ്പുരാട്ടിക്കുള്ള മാല. അപ്പൊ വാസവദത്ത ചിന്തിക്കുകയാണ്, ഭാഗ്യം കെട്ട ഞാൻ ഇതും ചെയ്യേണ്ടി വന്നല്ലോ. ഈശ്വരന്മാർ കരുണയറ്റവർ തന്നെ. എന്റെ ഭർത്താവിനെ എന്റെ കൺമുന്നിൽ വെച്ച് മറ്റൊരാൾ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അവർക്കുള്ള മാലയും ഞാൻ കെട്ടേണ്ടി വരും. ഇങ്ങനെയുള്ള കരുണ ഇല്ലാത്തവരാണല്ലോ ഈശ്വരന്മാരെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ആ തോഴി പറയുന്ന, ആര്യ മറ്റൊന്നും ചിന്തിക്കേണ്ട, മാപ്പിള മണിത്തറയിൽ നീരാട്ട് നടത്തുകയാണ്. ഉദയനൻ എത്തിക്കഴിഞ്ഞ് അദ്ദേഹം കുളിക്കുന്നു. പെട്ടെന്ന് മാല കെട്ടി തരണം. വാസവദത്ത മറ്റൊന്നും ചിന്തിക്കാൻ എനിക്കാവുന്നില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ചോദിക്കുകയാണ്, നീ മാപ്പിളയെ കണ്ടോ? അതായത് തന്റെ ഭർത്താവിനെ കാണാനുള്ള അല്ലെങ്കിൽ അവൻ സുഖവിവരങ്ങൾ അറിയാനുള്ള വാസവദത്തയുടെ ആകാംക്ഷയാണ് അതിലുള്ളത്. അപ്പൊ തോഴി പറയുന്ന, കണ്ടു. എങ്ങനെ ഇരിക്കുന്നു എന്ന് വാസവദത്ത ചോദിക്കുന്നു. പറയാമല്ലോ, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പറയൂ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നു. അമ്പും വില്ലും കയ്യിലില്ലാത്ത കാമദേവനാണെന്ന് തോന്നുന്നു, അത്ര സുന്ദരനാണെന്ന് പറയുന്നു. എന്താണ് ആര്യ വിലക്കിയത്? മതി എന്ന് അപ്പോഴേക്കും വാസവദത്ത പറഞ്ഞു. അപ്പൊ വാസവദത്ത പറയുന്നു, അയ്യോ എനിക്ക് പരപുരുഷന്മാരെ കുറിച്ച് കേൾക്കുന്ന എനിക്ക് ശരിയല്ല. ഞാൻ വിവാഹിതയായ സ്ത്രീയാണ്. ശരി, എന്നാൽ ആര്യ വേഗം മാല കെട്ടിക്കോളൂ. അപ്പൊ ഞാൻ മാല കെട്ടിക്കോളാം, പൂക്കൾ ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറഞ്ഞ് ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ തോഴിയിൽ നിന്ന് പൂക്കൾ വാങ്ങുകയാണ്. അപ്പൊ കുറെ പൂക്കൾ ഇങ്ങനെ എടുത്തിട്ടപ്പോൾ ഒരു പച്ചില എടുത്തിട്ട് എന്താണ് ഇതിന്റെ പേരെന്ന് ചോദിക്കുന്നു. ആ വിധവാകരണം എന്നാണെന്ന് തോഴി മറുപടി പറയുന്നു. അപ്പൊ വാസവദത്ത മനസ്സിൽ ചിന്തിക്കുന്നു, ഇത് ധാരാളം ചേർക്കണം, എനിക്ക് വേണ്ടിയും പത്മാവതിക്ക് വേണ്ടിയും. കാരണം എന്റെയും ഭർത്താവാണ് പത്മാവതിയുടെ ഭർത്താവായി മാറുന്നത്. അപ്പൊ വിധവയാകാതിരിക്കാനുള്ള ഇല കൂടുതൽ ചേർക്കണം. ഇനി മറ്റൊരു ഇല ചോദിക്കുന്നു, ഇതിന്റെ പേരെന്താണ്? അത് സപത്നി മർദ്ദനം. അതായത് മറ്റു രാജാക്കന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ ഒരാളിനെ അടിക്കാനായിട്ടുള്ള ധൈര്യം കിട്ടാനുള്ളതായിരുന്നു. അപ്പൊ അത് വേണ്ട. അതെന്താ എന്ന് തോഴി ചോദിക്കുമ്പോൾ വാസവദത്ത പറയുന്ന മറുപടി, അതിന് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോയല്ലോ, പിന്നെ അങ്ങനെയുള്ളൊരു ഇല ഇതിനകത്ത് ചേർക്കണ്ട. അപ്പൊ മറ്റൊരു തോഴി അവിടെ വരുന്നു. പെട്ടെന്നാകട്ടെ സുമംഗലിമാരി വന്ന് വരനെ അകത്തേക്ക് നാലുകെട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഞാനിപ്പോൾ മാല കെട്ടിത്തരാം എന്ന് പറഞ്ഞു. അപ്പൊ മാല ശരിയാക്കി അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇനി ആര്യപുത്രനും വേറൊരാളുടേതായല്ലോ എന്ന സങ്കടത്തോടു കൂടി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ദുഃഖം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിക്കുകയാണ്. ആ ഒരു അംഗം 3ാം അംഗം അവിടെ അവസാനിക്കുന്നു. 4ാം അംഗത്തിൽ വിദൂഷകൻ വന്ന് അതുവരെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് എന്തായാലും കാര്യങ്ങൾ നടന്നു. വത്സരാജ്യത്തെ രാജാവായ ഉദയനന് ഇഷ്ടത്തിനുള്ള വിവാഹവും നടന്നു. അപ്പോൾ ഇത് ഒരിക്കൽ ഞങ്ങൾക്കൊരു അനർത്ഥം, രാജ്യത്തൊരു ആപത്ത് വന്നപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. അപ്പൊ ഇപ്പൊ വീണ്ടും ഞാൻ മാളികയിലായി താമസം, രാജാവിനോടൊപ്പം ആയതുകൊണ്ട്. അപ്പോൾ അപ്സരസ്സുകൾ ഇല്ലാത്തൊരു സ്വർഗം തന്നെ ഇത്. പക്ഷെ എനിക്ക് ആഹാരം ധാരാളം കിട്ടുന്നതുകൊണ്ട് അത് ദഹിക്കുന്നില്ല. നല്ല വിരിച്ച മെത്തയിൽ കിടന്നിട്ടും ഉറക്കവും വരുന്നില്ല. അപ്പൊ അവിടേക്ക് ഒരു തോഴി വരുന്നു. എന്താണ് ആര്യ വസന്തക ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എത്ര നേരമായി അങ്ങേ അന്വേഷിക്കുന്നു. അപ്പൊ വിദൂഷകൻ ചോദിക്കുന്നു, എന്തിനാണ് കുട്ടി എന്നെ അന്വേഷിക്കുന്നത്? അപ്പൊ നമ്മുടെ തമ്പുരാട്ടി ചോദിക്കുന്നു, ജാമാതാവിന്റെ കുളിയും മറ്റും കഴിഞ്ഞു. എന്തിനാണ് ചോദിക്കുന്നത്? വേറൊന്നിനുമല്ല, പൂവും കുറിക്കുട്ടുകളും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പൊ എപ്പോഴേ തോഴരുടെ കുളി കഴിഞ്ഞു, ഇനി എല്ലാം കൊണ്ടുവന്നോളൂ, ഭക്ഷണം മാത്രം വേണ്ട. അപ്പോൾ തോഴി ചോദിക്കുന്നത്, എന്താണ് ഭക്ഷണം വേണ്ടാത്തത്?
കുയിലിന്റെ കൃഷ്ണമണി പോലെ എന്റെ വയറിനൊരു വട്ടം ചുറ്റൽ. ഞാൻ ഒരുപാട് ആഹാരം കഴിച്ചല്ലോ ഇവിടെ വന്നിട്ട്, അതിന്റെ കുഴപ്പമാണ്. അങ്ങേക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് തോഴി പോയി. ഇനി അതിന്റെ അടുത്ത ഭാഗം അവന്തിക വേഷത്തിൽ വാസവദത്ത വരുന്നു. അതോടൊപ്പം പത്മാവതിയും പരിവാരങ്ങളും ഒക്കെ അവിടെ വരുന്നു. അപ്പോൾ തോഴി ചോദിക്കുന്നു, എന്തിനാണ് കൊച്ചു തമ്പുരാട്ടി പൂന്തോട്ടത്തിലേക്ക് പോകുന്നത്? അപ്പൊ പത്മാവതി പറയുന്നു, ആ ചേമന്തി ചെടി പൂത്തോ നോക്കാനാണ്. അത് പൂത്ത് കഴിഞ്ഞല്ലോ, മുത്തും പവിഴവും ഇടവിട്ട് കോർത്തതുപോലെ അതിൽ നിറയെ പൂക്കൾ നിൽക്കുന്നു. അപ്പൊ പത്മാവതി പറഞ്ഞു, എന്നാ പിന്നെ എന്തിനു വൈകിക്കുന്നു? അപ്പൊ തോഴി പറയുന്നു, കൊച്ചു തമ്പുരാട്ടി ആൾത്തറയിൽ ഇരിക്കണം, ഞാൻ ചെന്ന് പൂവിറക്കാം. അങ്ങനെ അവരവിടെ രണ്ടുപേരും, വാസവദത്തയും പത്മാവതിയും അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും തോഴി കുറച്ച് പൂക്കൾ ഇറുത്തുകൊണ്ട് വന്നു. എന്തൊരു ഭംഗിയാണ് ഈ പൂക്കൾക്കെന്ന് വാസവദത്തയും പത്മാവതിയും ഒരേ സ്വരത്തിൽ പറയുന്നു. അപ്പോൾ തോഴി ചോദിക്കുന്നു, ഇനിയും ഇത് ഇറുക്കണോ? പത്മാവതി, വേണ്ട, ആര്യപുത്രൻ ഈ ഇവിടെ വന്ന് ഇവിടുത്തെ പൂക്കളുടെ സമൃദ്ധി കണ്ട് എന്നെ അഭിനന്ദിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ വാസവദത്ത ചോദിക്കുന്നു, അങ്ങേക്ക് പത്മാവതി ആ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. അതായത് അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പത്മാവതി പറയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അദ്ദേഹത്തെ കാണാതിരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രയാസമാണ്, മനസ്സിന് പ്രയാസമാണ്. അപ്പൊ വാസവദത്ത പറയുന്നത്, കടുത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് വിവാഹിതയായ ഇവൾക്ക് പോലും അദ്ദേഹത്തോട് സ്നേഹമുണ്ട്, ഞാനാണെങ്കിലും അദ്ദേഹത്തെ കാണാതെ ഇങ്ങനെ ഒളിച്ച് ഇരിക്കുകയാണ്. ഭർത്താവിനെ ഇഷ്ടപ്പെട്ടു എന്ന് എത്ര കുലീനമായിട്ടാണ് തമ്പുരാട്ടി പറഞ്ഞതെന്ന് തോഴി പറയുന്നു. പത്മാവതിക്ക് അപ്പോൾ ഒരു സംശയം. എന്താണ് സംശയം? ആര്യപുത്രൻ എനിക്ക് എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരുന്നുവോ ജ്യേഷ്ഠത്തി വാസവദത്തയ്ക്കും? വാസവദത്ത അറിയാതെ പെട്ടെന്ന് പറയുകയാണ്, ഇതിലും അധികമായിരുന്നു എന്ന് പറയുന്നു. അതെങ്ങനെ ആര്യയ്ക്ക് അറിയാം? അപ്പോൾ വാസവദത്ത പറയുന്നു, ആര്യപുത്രനോടുള്ള പക്ഷപാതം കൊണ്ട് ഞാൻ ഇതും അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി ഇങ്ങനെ പറയാം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് പറയുന്നു, സ്നേഹം കുറവായിരുന്നെങ്കിൽ സ്വജനങ്ങളെ ഉപേക്ഷിക്കില്ലല്ലോ. അതായത് വാസവദത്ത നല്ലവളായിരുന്നു, കാരണം അവളുടെ സ്വജനങ്ങളെ ഉപേക്ഷിച്ച്, അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചാണ് ഉദയനോടൊപ്പം പോകുന്നത്. അപ്പൊ അവള് നല്ല സ്നേഹമുള്ളവളായിരുന്നു എന്ന് കേട്ട് താൻ അറിഞ്ഞതായിട്ട് ആണ് വാസവദത്ത പറയുന്നത്. പത്മാവതി ശരിയാണ്. അപ്പോൾ തോഴി പറയുന്നു, കൊച്ചു തമ്പുരാട്ടി എനിക്ക് വീണവായന പഠിക്കണം, തമ്പുരാനോട് പറയണം. അപ്പൊ പത്മാവതി പറയുന്നു, ഞാൻ ആര്യപുത്രനോട് പറഞ്ഞു. വാസവദത്ത ഉടനെ ചോദിക്കുന്നു, എന്തായിരുന്നു മറുപടി? ഒന്നും പറയാതെ അദ്ദേഹം നെടുവീർപ്പിട്ടുകൊണ്ടിരുന്നു. അപ്പൊ എന്താണ് അതിൽ നിന്ന് ഭവതി ഊഹിക്കുന്നത്? പത്മാവതി, ജ്യേഷ്ഠത്തിയായ വാസവദത്തയുടെ ഗുണങ്ങൾ ഓർത്ത് അദ്ദേഹം എന്റെ മുന്നിൽ വെച്ച് കരഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ വാസവദത്തയ്ക്ക് സന്തോഷമായി പറയുകയാണ്, മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ സത്യമാണെങ്കിൽ ഞാൻ പുണ്യവതിയായി, കാരണം മറ്റൊരു സുന്ദരിയായ ഭാര്യയെ കിട്ടിയിട്ടും അദ്ദേഹം എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും രാജാവും വസന്തകരും വിദൂഷകനും പ്രവേശിക്കുന്നു. അപ്പൊ നിറയെ പൂക്കൾ നിറയെ പ്രമദവനത്തിൽ കിടക്കുന്ന രാജാവിന്റെ തോഴർക്ക് വിദൂഷകൻ അത് ഇഷ്ടമായി. രാജാവ് പറയുന്നു, ഞാൻ ഉജ്ജയിനിയിൽ ചെന്ന് രാജകുമാരിയെ കണ്ടപ്പോൾ എനിക്ക്, അതായത് ഇത് പഴയ കാര്യമാണ്, വാസവദത്തെ കണ്ട കാര്യമാണ് രാജാവ് പറയുന്നത്. അപ്പോൾ എൻ്റെ നേരെ കാമദേവൻ 5 അസ്ത്രങ്ങൾ വിട്ടു. എന്നാൽ ഇന്ന് എനിക്ക് 6ാമതൊരു അസ്ത്രം തന്ന് ഈ പ്രമദവനത്തിൽ വെച്ച് എനിക്ക് വീണ്ടും കാമപീഡനാക്കുകയാണ് എന്നെ ചെയ്യുന്നത്. അപ്പൊ വിദൂഷകൻ, പത്മാവതി എവിടെ പോയിരിക്കുന്നു എന്നോ. അപ്പോൾ അദ്ദേഹം രൂക്ഷഗന്ധം പരത്തുന്ന എഴിലമ്പാര തോട്ടത്തിലാണോ എവിടെ? അപ്പൊ ഒരുപാട് തോട്ടകൻ രാജ കൊട്ടാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഈ ശരത്കാലത്തിൽ പക്ഷികൾ നിരനിരയായി പോകുന്നു എന്നൊക്കെ വിദൂഷകർ പറയുന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോ കൊച്ചു തമ്പുരാട്ടി, അപ്പൊ ഇവിടെ പക്ഷികൾ പോകുന്ന എരണ്ട പക്ഷികളുടെ പോക്ക് തോഴി പത്മാവതിക്ക് കാണിച്ചു കൊടുക്കുന്നു. പത്മാവതി, ആര്യപുത്രൻ ഭാര്യ ഭവതിക്ക് ഞാനിപ്പോൾ ആര്യപുത്രനെ കാണാതിരിക്കാം. വാസവദത്ത കൂടെ ഉള്ളതുകൊണ്ട് പത്മാവതി പറയുന്നു, ഇപ്പോൾ അതായത് രാജാവ് പൂന്തോട്ടത്തിൽ വന്ന് നമുക്ക് മുല്ലവള്ളി കുടിലിൽ ചെന്ന് ഒളിച്ചിരിക്കാം എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും മുല്ലവള്ളി കുടിലിൽ പോയി. അപ്പൊ വിദൂഷകൻ പറയുന്നത്, എന്തായാലും പത്മാവതി ഇവിടെ വന്നിട്ട് പോയിരിക്കണം. അപ്പൊ രാജാവ് പറയുന്നു, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഇവിടെ എല്ലാം പൂക്കൾ ഇറുത്തിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പൂക്കൾക്ക് എന്ത് ഭംഗി എന്ന്. അപ്പൊ വസന്തകൻ എന്ന പേര് കേട്ടപ്പോൾ ഞാൻ ഉജ്ജയിനിയിലാണോ എന്ന് പാവം വാസവദത്ത വീണ്ടും ചിന്തിച്ചു പോവുകയാണ്. അറിയാവുന്ന വസന്തകൻ അറിയാലോ, ഉദയനന്റെ വിദൂഷകനാണ്. അപ്പൊ രാജാവ് പറയുന്നു, നമുക്ക് ഈ പാറപ്പുറത്ത് ഇരിക്കാൻ വസന്തക, പത്മാവതി വരുമ്പോൾ അവളെ കാത്തിരിക്കാം. അപ്പൊ വിദൂഷകൻ പറയുന്നു, അയ്യോ ഇവിടുത്തെ ഭയങ്കര കൊടും ചൂടാണ്, നമുക്ക് മുല്ലവള്ളി കുടിലിൽ ചെന്നിരിക്കാം. അങ്ങനെ ഒരു മുല്ലവള്ളി കുടിലിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനകത്ത് ആരുണ്ട്? പത്മാവതിയും വാസവദത്തയും ഉണ്ട്. തേനീച്ചകൾ ഇരിക്കുന്ന, അപ്പൊ തോഴി പറയുന്ന സാരമില്ല, അവരിങ്ങോട്ട് വരാതിരിക്കാൻ തേനീച്ചകൾ ഇരിക്കുന്ന വള്ളി പിടിച്ചു കുലുക്കി തേനീച്ചകളെ ഇളക്കി അവരുടെ നേർക്ക് വീഴാം. അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പൊ വിദൂഷകൻ പെട്ടെന്ന് രാജാവിനെ അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് തടയുകയാണ്. തേനീച്ച കൂട് തല്ലി തകർക്കാൻ വിദൂഷകൻ ശ്രമിക്കുന്നു. അപ്പൊ രാജാവ് പറയുന്ന, അരുത്, തേനീച്ചകളെ ഉപദ്രവിക്കരുത്. തേൻ കുടിച്ച് അവര് കാമപീഡയാൽ ഇണകളെ തഴുകുന്നവരാണ്. അപ്പൊ അവർക്ക് പാർപ്പിടം നഷ്ടപ്പെട്ടാൽ അവര് ഭാര്യമാരില്ലാത്തവരാവും, അതുകൊണ്ട് അത് തകർക്കരുതെന്ന് പറഞ്ഞ് അവര്
അവിടെ തന്നെ നമുക്കിവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞ് പാറപ്പുറത്ത് ഇരിക്കുന്നു. അപ്പൊ ഇതിനകത്തുനിന്ന് മുല്ലവള്ളി കുടിലിനകത്തുനിന്ന് ഇറങ്ങാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ പത്മാവതി പറയുന്നു, ഭാഗ്യം, ആര്യപുത്രൻ അവിടെ തന്നെ ഇരുന്നല്ലോ. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവർക്ക് കാണാം. അപ്പൊ വാസവദത്ത ഉദയനനെ കണ്ടിട്ട് പറയുന്നു, ആര്യപുത്രന്റെ ശരീരം സ്ഥിതി പഴയതുപോലെ ആയല്ലോ. അപ്പോൾ തോഴി ചോദിക്കുന്ന, എന്താണ് കൊച്ചു തമ്പുരാട്ടി ഈ വാസവദത്തയുടെ കണ്ണിൽ വെള്ളം നിറയുന്നത്? അപ്പൊ വാസവദത്ത പറയുന്നു, തേനീച്ചകൾ ഇളകി പറന്നപ്പോൾ ആറ്റുദർഭയുടെ പൂമ്പൊടി എന്റെ കണ്ണിൽ വീണ് വെള്ളം നിറഞ്ഞതാണ്. പത്മാവതിയും അത് സമ്മതിക്കുന്നു. അപ്പൊ ഉദ്യാനത്തിൽ ആരും ഇല്ലല്ലോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് വിദൂഷകൻ ചോദിക്കുന്നു. ചോദിച്ചോളൂ. അപ്പോൾ അങ്ങേക്ക് ആരെയാണ് ഇഷ്ടം? ഇന്നലെ വിവാഹം കഴിച്ച അല്ലെങ്കിൽ ഇപ്പൊ വിവാഹം കഴിച്ച പത്മാവതിയാണോ അന്നത്തെ വാസവദത്തയാണോ? അപ്പൊ രാജാവ് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ എന്നെ സങ്കടക്കടലിൽ വീഴ്ത്തുന്നത്? പത്മാവതി, ഇങ്ങനെ ഒരു സങ്കടത്തിലാണല്ലോ ആര്യപുത്രൻ എന്നെ പെടുത്തിയിരിക്കുന്നത്, എന്തായിരിക്കും അപ്പോൾ അദ്ദേഹം ഉത്തരം പറയുന്നതെന്നാണ് പത്മാവതി ചിന്തിക്കുന്നത്. വാസവദത്ത, ഭാഗ്യം കെട്ട ഈ ഉള്ളവളെയും ഒരു സങ്കടക്കടലിൽ ഉൾപ്പെടുത്തിയല്ലോ എന്ന് അവള് ചിന്തിക്കുന്നു. അപ്പൊ വിദൂഷകൻ പറയണം, ഒരാൾ മരിച്ചുപോയി, മറ്റേയാളാണെങ്കിൽ ഇവിടെ അടുത്തില്ല, അപ്പൊ അതുകൊണ്ട് അങ്ങ് സത്യം പറയണം. രാജാവ്, ഇല്ല തോഴരെ, ഞാൻ പറയില്ല, നിങ്ങൾ വിടുവായനാണ്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് പറഞ്ഞുകൊണ്ട് നടക്കും. വിദൂഷകൻ, തോഴരെ, ഞാനിതാ സത്യം ചെയ്യുന്നു, ഒരാളോട് ഞാൻ പറയില്ല, ഞാൻ നാക്ക് കടിച്ച് പറയുകയാണ്, ഞാൻ ആരോടും പറയില്ല. എനിക്ക് അത് തിരിച്ച് അറിയാൻ കഴിയുന്നില്ല, പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ രാജാവ് പറയുന്നു. അപ്പൊ പത്മാവതി പറയുന്നു, കൊള്ളാം, അയാളുടെ വങ്കത്ത, ഇത്രയും കൊണ്ട് ഉള്ളറിഞ്ഞില്ലേ? വിദൂഷകൻ, അവിടെ നിന്ന് എന്നോട് പറയില്ല, അപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രാജാവിനെ തടയും. അപ്പൊ വിദൂഷകനോട് രാജാവ് പറയുന്നത്, നിങ്ങൾ എന്നെ ബലാത്കാരമായി തടയുകയാണ്. അപ്പൊ വിദൂഷകന്റെ മറുപടി എന്താണ്? ഞാൻ അങ്ങനെ തടയുന്നതല്ല, സ്നേഹം കൊണ്ട് ഞാൻ നിർബന്ധിക്കുകയാണ്. അപ്പൊ രാജാവ് പറയുന്നത്, വേറെ ഒരു വഴിയും ഇല്ലെങ്കിൽ കേട്ടോളൂ, സൗന്ദര്യം, സൗശീലം, മധുരഭാവം എന്നിവയാൽ പത്മാവതി ബഹുമാന്യ തന്നെ. അവളെ സൗന്ദര്യമുള്ളവളാണ്, നല്ല സുശീലയാണ്, നല്ല ശീലമുള്ളവളാണ്, മധുരമായ ഭാവങ്ങളുള്ളവളാണ്. പക്ഷേ വാസവദത്തയിൽ കെട്ടപ്പെട്ട എന്റെ മനസ്സിനെ വേർപെടുത്താൻ അവൾക്ക് കഴിയുന്നില്ല. അപ്പോൾ വാസവദത്ത ഇത് കേട്ടപ്പോൾ പറയുന്നു, മതി, ഞാൻ ഈ ഒളിച്ചിരിക്കുന്നതിനും കഷ്ടപ്പാട് അനുഭവിക്കുന്നതിനുള്ള കൂലി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അജ്ഞാതവാസം, ആരും അറിയാതെ താമസിക്കുന്നതിന് ഇങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. നമ്മളോടുള്ള ഇഷ്ടം ഭർത്താവ് പറയുന്നത് ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞല്ലോ. അപ്പൊ തോഴി പറയുന്നു, കൊച്ചു തമ്പുരാട്ടി തമ്പുരാന് ഒരു ദാക്ഷിണ്യവുമില്ല, ഒരു ദയയില്ല, ഇങ്ങനെയാണല്ലോ ഇപ്പോഴും പറയുന്നത്. പത്മാവതി പറയുന്നത്, അങ്ങനെയല്ല, ആര്യപുത്രൻ ദാക്ഷിണ്യശാലി തന്നെ. കാരണം ഇപ്പോഴും അദ്ദേഹം വാസവദത്ത ജ്യേഷ്ഠത്തിയുടെ ഗുണങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ. അപ്പൊ വാസവദത്ത പറയുന്നു, ഭദ്രേ, നിങ്ങളുടെ കുലമഹിമ എനിക്കിതിൽ നിന്ന് മനസ്സിലായി, കാരണം താനാണല്ലോ തൊട്ടടുത്തിരിക്കുന്നത്. രാജാവ്, ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങ് പറയണം, അങ്ങേക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? വാസവദത്തയാണോ പത്മാവതിയാണോ? പത്മാവതി. ആര്യപുത്രകനും വനസന്തകനായി തീർന്നു. അതായത് പത്മാവതി പറയുകയാണ്, ഇയാൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് ചോദിക്കുന്നത്? വിദൂഷകൻ, ഞാൻ എന്തിന് വിരോധം വരുത്തണം? രണ്ട് ദേവിമാരും എനിക്ക് ബഹുമാന്യരാണ്. അപ്പൊ രാജാവ് വിദൂഷകനോട് ഇനി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ ഉത്തരം, ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത്? എന്തിനാണ് ഞാൻ വിരോധം വരുത്തുന്നത്? എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണെന്ന് വിദൂഷകൻ പറയുന്നു. ദുഷ്ട, എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചിട്ട് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നു. വിദൂഷകൻ, എന്നെ നിങ്ങൾ ബലാത്കാരം ചെയ്യുകയാണോ എന്ന് രാജാവിനോട് ചോദിക്കുന്നു. അവർ തമ്മിൽ കൂട്ടുകാരെ പോലെയാണ്. അപ്പോൾ ബ്രാഹ്മണ പിണങ്ങല്ലേ, സ്വൈര്യമായിട്ട് പറയും. അപ്പൊ വിദൂഷകൻ പറയുന്നു, വാസവദത്ത ദേവിയോട് എനിക്ക് ബഹുമാനമാണ്. പത്മാവതി ചെറുപ്പമാണ്, കാണാൻ കൊള്ളാം, കോപിക്കില്ല, അഹങ്കരിക്കില്ല, മധുരമായി സംസാരിക്കും, ദാക്ഷിണ്യത്തോടെ പെരുമാറൂ, പിന്നെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ എന്നെയും തിരക്കി വരും. അപ്പോൾ ഇത് കേട്ട് വാസവദത്ത ചിന്തിക്കുകയാണ്, വസന്തക, ഇതൊക്കെ ഓർത്തു വെച്ചോ, നീ ഈ ഗുണങ്ങളെല്ലാം പറയുന്നത് ഇനി ഞാൻ വന്ന് നിന്നോട് ഇതൊക്കെ ചോദിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നു. വസന്തക ആവട്ടെ, ഇതെല്ലാം ഞാൻ വാസവദത്ത ദേവിയോട് ചെന്ന് പറയും. അപ്പൊ വിദൂഷകൻ പറയുന്നു, അയ്യോ കഷ്ടം, രാജാവിന് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ല, അവൾ മരിച്ചു പോയല്ലോ എന്ന് പറയുന്നു. രാജാവ് അപ്പോഴാണ് അത് ചിന്തിക്കുന്ന, കഷ്ടം, വാസവദത്ത ദേവി മരിച്ചുപോയി, ഈ കളിവാക്ക് കൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് ഇളക്കിക്കളഞ്ഞു, പതിവ് ശീലം അനുസരിച്ച് ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നു. അപ്പൊ പത്മാവതി പറയുന്നത്, രസം പിടിച്ച ഈ സന്ദർഭത്തെ ഈ ദുഷ്ടൻ നശിപ്പിച്ചു കളഞ്ഞു, പെട്ടെന്ന് ഈ ഭാര്യ മരിച്ച കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ വാസവദത്ത മനസ്സിൽ സന്തോഷിക്കണം, മതി, നല്ലൊരു അനുഭവമാണ് എനിക്കിവിടെ നിന്ന് ലഭിച്ചത്, സന്തോഷം തന്നെ. അപ്പൊ വിദൂഷകൻ പറയുന്നു, വിധിയെ തടുക്കാനാവില്ല തോഴരെ. അപ്പൊ രാജാവ് പറയുന്നു, എനിക്ക് എൻ്റെ അനുരാഗവും എൻ്റെ മനസ്സിൽ നിന്ന് നീക്കാനാവില്ല, കണ്ണീരൊഴുക്കിയാലേ എനിക്ക് ബുദ്ധിക്ക് തെളിച്ചം കിട്ടും. അപ്പൊ വിദൂഷകൻ, അങ്ങയുടെ മുഖം കണ്ണീരുകൊണ്ട് നനഞ്ഞിരിക്കുന്നു, ഞാൻ വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ പത്മാവതി, ആര്യയെ കണ്ണീർ കൊണ്ട് ഇപ്പോൾ മുഖം കലങ്ങിയിരിക്കുകയാണ്, നമുക്ക് വസ്ത്രം കൊണ്ട് മൂടിയതുപോലെ രാജാവിന്റെ മുഖം കണ്ണീരുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞ് പറയുമ്പോൾ വാസവദത്ത പറയുകയാണ്, അങ്ങനെ
ഭർത്താവിനെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. ഇതിനിടയിൽ വിദൂഷകൻ താമരയിലയിൽ വെള്ളമായിട്ട് വരികയാണ് രാജാവിന്റെ മുഖം കഴുകാൻ. പത്മാവതി എന്താണിതെന്ന് ചോദിക്കുമ്പോൾ കാറ്റ് അടിച്ചപ്പോൾ ആറ്റുതർപ്പയുടെ പൂമ്പൊടി വീണ് തോഴരുടെ കണ്ണ് കലങ്ങി മുഖം കഴുകാനുള്ള വെള്ളമാണെന്ന് പറയുന്നു. പത്മാവതി പറയുന്നു, അപ്പൊ കൊള്ളാം, ഇത്രയും കാര്യങ്ങൾ അവൾ കേട്ടതാണല്ലോ, നല്ല ആളുകളുടെ സേവകന്മാരും നല്ല ആളുകൾ തന്നെ. എന്നിട്ട് മുഖം കഴുകാൻ വെള്ളവുമായി രാജാവിന്റെ അടുക്കൽ പോകുന്നു. രാജാവ് പത്മാവതിയോ? എന്നിട്ട് വിദൂഷകനോട് പറഞ്ഞു, എന്തിനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത്? നന്നായി വസന്തക, നന്നായി, വെള്ളം വാങ്ങി കഴുകി. ഇപ്പൊ രാജാവിനോട് വിദൂഷകൻ ചെവി കാര്യങ്ങളെല്ലാം പറയുന്നു. പത്മാവതിയോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് രാജാവ് അവളോടും കള്ളം പറയുകയാണ്, ആറ്റുതർപ്പയുടെ പൂമ്പൊടി വീണ് എന്റെ മുഖത്ത് ആകെ കണ്ണീരായി. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നു, അവള് നവോഢയാണ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞവളാണ്, അവള് ഞാൻ ആദ്യ ഭാര്യയെ ഓർത്ത് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമം വരും. സ്ത്രീകൾ പൊതുവെ അധീരരാണ്. അപ്പൊ വിദൂഷകർ ഉച്ചതിരിഞ്ഞ് മഗധ രാജാവ് സുഹൃത്തുക്കളെ കാണുമ്പോൾ അങ്ങ് മുന്നിൽ തന്നെ ഉണ്ടാവുകയാണ് ഉചിതം, അതിനാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വരൂ എന്ന് പറയുന്നു. അങ്ങനെ തന്നെ ആണെന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇനി 5-ാം അംഗത്തിലേക്ക് കടക്കാം. അപ്പോൾ 5-ാം അംഗത്തിൽ പത്മനിക പ്രവേശിക്കുകയാണ്. പത്മനികയും മധുരികയും പത്മാവതിയുടെ തോഴിമാരാണ്. പത്മാവതി കൊച്ചു തമ്പുരാട്ടിക്ക് തിരുമുടിക്കഴപ്പ്, അതായത് തലവേദനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെന്ന് വാസവദത്തെ വിളിക്കൂ, അവൾക്കാണെങ്കിൽ വന്ന് ഈ തലവേദന മാറ്റാൻ അറിയാം. അപ്പൊ നല്ല രസകരമായ, അപ്പൊ പത്മിനിക പറയുന്നു നല്ല രസകരമായ കഥകളൊക്കെ പറഞ്ഞ് പത്മാവതിയുടെ തലവേദന വാസവദത്ത ശമിപ്പിക്കും. അപ്പൊ എവിടെയാണ് അവൾക്ക് ഉറങ്ങാനുള്ള മെത്ത വിരിച്ചിട്ടുള്ളത്? അപ്പൊ സമുദ്രഗ്രഹം, അതായത് കൊട്ടാരത്തിന് പല സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയാണ് മെത്ത വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി തമ്പുരാനെ വിവരം അറിയിക്കുക എന്ന് പറയുന്നു. അപ്പോൾ വിദൂഷകൻ വന്നു. വാസവദത്ത ദേവിയുടെ വിയോഗം കൊണ്ട് ദുഃഖിതനായിരിക്കുന്ന രാജാവ് പത്മാവതി കണ്ടപ്പോൾ അതിനുശേഷം കാമതാപം ഇളകിയിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് പത്മനികയോട് ചോദിക്കുന്നു. അപ്പോൾ തോഴി പറയുന്നു, പത്മാവതി തമ്പുരാട്ടിക്ക് തലവേദനയാണ്, അപ്പൊ വേഗം തമ്പുരാനെ അറിയിക്കൂ, എന്നിട്ട് അവളെ ചെന്ന് കാണാനുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കാൻ പറയുന്നു. അപ്പൊ എവിടെയാണ് പത്മാവതി കിടക്കുന്നതെന്ന് വിദൂഷകൻ തിരക്കുന്നു. സമുദ്രഗ്രഹത്തിലാണെന്ന് പറഞ്ഞിട്ട് തോഴിയും പോയി. അങ്ങനെ വിദൂഷകൻ ഇത് പറയാനായി രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. അപ്പൊ രാജാവ് പറയുകയാണ്, ഞാൻ വീണ്ടും രാജ്യഭാരം ഏറ്റിരിക്കുകയാണ്, പക്ഷെ എന്നിട്ടും ഞാൻ വീണ്ടും ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് രാജ്യഭാരമൊക്കെ ഏൽക്കാൻ പോവുകയാണ്. എന്നിട്ടും ലാവണകത്തിലെ അഗ്നിബാധയിൽ ദഹിച്ചു പോയവളായ ഉത്തമയായ എൻ്റെ അവന്തിയിലെ രാജകുമാരിയെ ഹിമപാതത്തിൽ മഞ്ഞ് വീണപ്പോൾ നശിച്ചുപോയ താമരപ്പൂവിനെ പോലെ ഞാനിപ്പോഴും താമരപ്പൊയ്കയെ പോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ വിദൂഷകൻ വേഗം ചെന്ന് രാജാവിനെ വിളിക്കുന്നു. പത്മാവതിക്ക് തലവേദനയാണ്. അപ്പോൾ രാജാവ് പറയുന്നു, രൂപവതിയും ഗുണവതിയുമായ ഭാര്യയാണ് എനിക്ക് ലഭിച്ചത്, അപ്പൊ എന്റെ ദുഃഖം അല്പം കുറഞ്ഞു. അപ്പോൾ പഴയ ദുഃഖം, അതായത് ആദ്യ ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖമാണ് ഇപ്പോൾ എന്നെ അലട്ടുന്നത്. അപ്പോൾ എവിടെയാണ് പത്മാവതി എന്ന് ചോദിച്ച് സമുദ്രഗ്രഹത്തിലേക്ക് അവർ പോവുകയാണ്. അപ്പൊ രാജാവ് അവിടെ ചെന്ന് നടക്കുമ്പോഴേക്കും വഴിയിൽ എന്തോ കിടന്ന് പുളയുകയാണെന്നും പറഞ്ഞ് വിദൂഷകൻ നിലവിളിക്കുന്നു. അപ്പൊ രാജാവ് പറയുന്നു, വിഡ്ഢിയാൻ, ഇത് വാതിലിന്റെ അവിടെ കെട്ടിയിരുന്ന അലങ്കാരമാല പൊട്ടി വീണതാണ്. അപ്പൊ പത്മാവതി ഇവിടെ വന്നിട്ട് പോയിരിക്കണം എന്ന് വിദൂഷകൻ പറയുന്നു. അപ്പം രാജാവ് പറയുന്നു, എങ്ങനെ അറിഞ്ഞു ഇവിടെ? അപ്പോൾ രാജാവ് തോഴരെ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ വിദൂഷകൻ ചോദിക്കുന്നു, എങ്ങനെ അങ്ങേക്ക് അറിയാം അവളിവിടെ വന്നിട്ടുണ്ടാവില്ല എന്ന്? അത് നോക്കൂ, നിരപ്പുള്ള മെത്തയിൽ തടവില്ല, ചുളിവില്ല, തല വെച്ചപ്പോൾ തലയിണയിൽ തലയ്ക്ക് വേദനയ്ക്ക് പുരട്ടിയ മരുന്നിന്റെ ഒരു മങ്ങലില്ല. അപ്പോൾ മെത്തയിൽ കിടക്കുന്ന രോഗിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനൊന്നും കഴിയില്ല. അപ്പൊ ദേവിയെ ഇവിടെ കാത്തിരിക്കണം, ഞാൻ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ് വിദൂഷകർ പോയി എന്ന് പറഞ്ഞ് രാജാവ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ രാജാവ് പറയുന്നു, എനിക്ക് ഉറക്കം വരുന്നു, തോഴൊരു കഥ പറയണം. അപ്പോൾ വിദൂഷകൻ പറയുന്നു, ഉജ്ജയിനിയിലെ നഗരം, അവിടെ ഒരു നീരാട്ട് കടവുണ്ട്. അപ്പൊ രാജാവ് പറയുന്നത്, എന്തിനാണ് വീണ്ടും ഉജ്ജയിനിയെ കുറിച്ച് പറയുന്നത്? അപ്പൊ ഈ കഥ ബാധിച്ചില്ലെങ്കിൽ ഞാൻ വേറൊന്ന് പറയാം. അപ്പൊ രാജാവ് പറയുന്നു, ഉജ്ജയിനിയിൽ നിന്ന് എന്നോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വാസവദത്ത, അവളുടെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. മാത്രമല്ല, അവള് എന്റെ മാറിൽ വീണ് അവളുടെ ബന്ധുക്കളെ ഓർത്ത് കരഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. മാത്രമല്ല, ഞാൻ പലപ്പോഴും അവളെ വീണവായന പഠിപ്പിക്കുമ്പോൾ അവൾ വീണ മീട്ടാതെ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ ഓർത്തുപോയി. അപ്പോൾ ആ വിദൂഷകൻ കഥ മാറ്റി. ബ്രഹ്മദത്ത എന്നൊരു നഗരമുണ്ട്, അവിടെ രാജാവുണ്ട്. അപ്പോൾ വിഡി, അതായത് കാമ്പല്യൻ എന്നൊരു രാജാവുണ്ടെന്ന് പറയുമ്പോൾ രാജാവ് പറയുന്ന വിഡി രാജാവാണ് ബ്രഹ്മദത്തൻ, നഗരമാണ് കാമ്പല്യം. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്.
അപ്പൊ ഇതിനിടയിൽ തോഴർ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ രാജാവ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിദൂഷകൻ പോയി. അപ്പൊ ഇതിനിടയിൽ തോഴി അവിടെ വന്നു. തോഴി വാസവദത്തയോടൊപ്പമാണ് അവിടെ വന്നത്. അപ്പൊ അവിടെ ഒരാൾ കിടപ്പുണ്ട്, രാജാവാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ കൊച്ചു തമ്പുരാട്ടി അല്ലെങ്കിൽ പത്മാവതിയാണ് അവിടെ കിടക്കുന്നത്, തലവേദന കൂടിക്കാണും എന്ന് പറഞ്ഞ് അവര് അവിടെ വന്നിട്ട് അവിടെ അകത്തൊരാൾ കിടപ്പുണ്ടല്ലോ. അപ്പോൾ വാസവദത്തയോട് പറയുന്നു, നീ അവിടെ പോയി പത്മാവതിക്ക് മരുന്ന് പുരട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് തോഴി തിരിച്ചുപോയി. അപ്പൊ വാസവദത്ത ചിന്തിക്കുന്നു, ഈശ്വരന്മാർ എന്നിൽ കരുണയില്ലാത്തവരാണെന്ന് തീർച്ച. വിരഹ ദുഃഖം അനുഭവിക്കുന്ന ആളാണ് എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിന് ആശ്വാസം നൽകേണ്ടവളായ പത്മാവതിക്ക് സുഖമില്ല. അപ്പൊ അകത്ത് പോയി നോക്കിയിട്ട് പറയുന്നു, ഇവിടുത്തെ വൃത്യജനങ്ങൾക്ക് ഒരു ശ്രദ്ധയും ഇല്ല, സുഖമില്ലാതെ കിടക്കുകയാണ് പത്മാവതി. അരണ്ട വെളിച്ചമേ അവിടെ ഉള്ളൂ, ഒരു ചെറിയ വിളക്ക് മാത്രമേ ഉള്ളൂ. ഉറക്കമാണെന്ന് തോന്നുന്നു, എന്തായാലും ഞാൻ അവളുടെ ഒപ്പം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നത് രാജാവ് ഉദയനനാണ്. അവിടെ ഇരിക്കുമ്പോൾ അവൾ പറയുന്നു, എൻ്റെ മനസ്സിൽ ഇപ്പോൾ വല്ലാത്തൊരാശ്വാസം, കിടക്കയുടെ പാതി ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാനും കൂടെ അവളെ ചേർത്ത് പിടിച്ച് കിടക്കാൻ വേണ്ടിയായിരിക്കും അവൾ എന്നെ ഇവിടെ സ്ഥലം ഒഴിച്ചിട്ടെന്ന് വിചാരിച്ച് അവിടെ കിടക്കുന്നു. അപ്പൊ രാജാവ് പെട്ടെന്ന് സ്വപ്നത്തിൽ വാസവദത്തെ എന്ന് വിളിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഇവള് ചാടി എഴുന്നേറ്റ്, അയ്യോ ഇത് പത്മാവതി അല്ലല്ലോ, ആര്യപുത്രനാണല്ലോ, എന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമെങ്കിൽ പിന്നെ യോഗന്ധരായണന്റെ പ്രതിജ്ഞ ഇതോടെ ഇല്ലാതാകുമല്ലോ എന്ന് ചിന്തിക്കുന്നു. സ്വപ്നത്തിലാണ് രാജാവ് വീണ്ടും എന്റെ അവന്തി രാജപുത്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാസവദത്ത പറയുന്ന ഭാഗ്യം, സ്വപ്നത്തിലാണ് അദ്ദേഹം ഇത് പുലമ്പുന്നത്, ഇവിടെ ആരുമില്ല, ഞാൻ അല്പസമയം ഇവിടെ നിന്ന് എന്റെ ഭർത്താവിനെ ഒന്ന് കണ്ട് എന്റെ കണ്ണ് കുളിർപ്പിക്കട്ടെ. അപ്പൊ രാജാവ് വീണ്ടും പ്രിയെ എന്റെ ശിഷ്യ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ വാസവദത്ത, ഞാൻ സംസാരിക്കുന്നുണ്ട് ആര്യപുത്ര, സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു. രാജാവ് സ്വപ്നത്തിലാണ്. ഭവതി പിണക്കമാണോ എന്ന് ചോദിക്കുന്നു. അല്ല, ദുഃഖിച്ചിട്ടാണ്. പിണങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് ആഭരണങ്ങൾ അണിയാത്ത, ഇതെല്ലാം രാജാവ് സ്വപ്നത്തിലാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പൊ രാജാവ് സ്വപ്നത്തിൽ ആ വിരജികയെ ഓർത്തിരിക്കുകയാണോ? വാസവദത്ത കോപത്തോടെ. ഇവിടെ വിരജിക മറ്റൊരു ഭാര്യയാണല്ലോ. എന്നാൽ ഞാൻ വിരജിക വിവാഹം കഴിച്ചതിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങയോട് മാപ്പ് പറയാമെന്നാണ് രാജാവ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് കൈകൾ നീട്ടുന്നു. അപ്പൊ ഇനി ആരെങ്കിലും ഇവിടെ നിൽക്കുന്നത് തന്നെ കണ്ടാൽ മോശമാണെന്ന് പറഞ്ഞ് വാസവദത്ത പെട്ടെന്ന്, ഈ രാജാവിന്റെ കൈയാണെങ്കിൽ കിടക്കയിൽ നിന്ന് താഴേക്ക് വീണ് കിടക്കുകയാണ്, അതിനെ എടുത്ത് നേരെ വെച്ചിട്ട് പെട്ടെന്ന് പോയി. രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റ്, വാസവദത്തെ നിൽക്കൂ. വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ദേഹം അവിടുത്തെ വാതിലിൽ ഇടിക്കുന്നു. അപ്പൊ പറയുന്നത്, എനിക്ക് ഒന്നും വ്യക്തമാകുന്നില്ല, എന്തൊക്കെയോ ഒരു വാസവദത്ത വന്നു പോയതുപോലെ. അപ്പൊ വിദൂഷകര് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് തോഴൽ ഉണർന്നു പോകും? അപ്പൊ രാജാവ് പറയുന്നത്, എനിക്കൊരു സന്തോഷ വർത്തമാനം എന്നോട് പറയാനോട് വാസവദത്ത ജീവിച്ചിരിക്കുന്നു. അപ്പൊ വിദൂഷകൻ പറയുന്നത്, അതെങ്ങനെയാണ് രാജാവെ, വാസവദത്ത മരിച്ചിട്ട് എത്രയോ കാലമായി. അപ്പൊ രാജാവ് പറയുന്നില്ല, ഞാനിവിടെ കിടന്നുറങ്ങുമ്പോൾ അവള് വന്ന് എന്നെ ഉണർത്തിയിട്ട് പോയി. അപ്പൊ രുമണ്ണുവാൻ പറഞ്ഞത് തെറ്റാണ്, അവള് മരിച്ചുപോയി എന്നുള്ളത്. അപ്പൊ വിദൂഷകൻ പറയുന്നില്ല, അങ്ങ് സ്വപ്നം കണ്ടതായിരിക്കും. അപ്പൊ രാജാവ് പറയും, സ്വപ്നമാണെങ്കിൽ ഇത് ഞാൻ ഉണരുമ്പോൾ ഒരിക്കലും ഉണരണ്ടായിരുന്നു, കാരണം ആ സ്വപ്നത്തിൽ എനിക്ക് അവളോടൊപ്പം കഴിയാമായിരുന്നു. വിദൂഷകൻ, ഈ നഗരത്തിൽ അവന്തി സുന്ദരി എന്നൊരു യക്ഷിയുണ്ട്, അവളെ ആയിരിക്കും അങ്ങ് കണ്ടത്. അല്ല, സ്വപ്നത്തിൽ ഞാൻ കണ്ടപ്പോൾ ആ പതിവ്രതയുടെ മഷി തൊടാത്ത കണ്ണുകൾ ഞാൻ കണ്ടു, നീണ്ട മുടിയും കണ്ടു ഞാൻ. അപ്പോൾ ദേവി എൻ്റെ കൈ എടുത്തു വെച്ചിട്ട് പോയി, ഇപ്പോൾ അവൾ തൊട്ടതിൻ്റെ രോമാഞ്ചം എനിക്ക് ഇതുവരെ മാറിയില്ല. അപ്പോൾ വിദൂഷകൻ പറയുന്നു, വേറെ ഒന്നും ചിന്തിക്കേണ്ട, നമുക്ക് നാലുകെട്ടിലേക്ക് പോകാം. അപ്പോഴേക്കും കാഞ്ചുകിയൻ വന്നു. അങ്ങയുടെ മഹാരാജാവ് ദർശകൻ തിരുമനസ്സിൽ അറിയിക്കുന്നു, അവിടുത്തെ അമാത്യനായ രുമണ്വാൻ, അതായത് നിങ്ങളുടെ മന്ത്രിയായ രുമണ്വാൻ ഒരു സൈന്യവുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് യുദ്ധത്തിനായി പോകാം, ശത്രുക്കളെയെല്ലാം നമുക്ക് ഭിന്നിപ്പിക്കാം, എല്ലാവരും റെഡിയാണെന്ന് പറഞ്ഞ്, എല്ലാവരും തയ്യാറാണെന്ന് പറഞ്ഞ് അങ്ങനെ ആനകളും കുതിരകളുമായിട്ട് ഇപ്പൊ വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ശത്രു സംഹാരത്തിന് വേണ്ടി എല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു എന്ന് കാഞ്ചുകിയൻ പറയുന്നു. അങ്ങനെ രാജാവും പിന്നെ രാജാവിന്റെ ചിന്തകൾ മാറുകയാണ്, യുദ്ധത്തിനായി അവർ പോകുന്നു. അങ്ങനെയാണ് 5-ാം അംഗം അവസാനിക്കുന്നത്. 6-ാം അംഗത്തിൽ കാഞ്ചുകിയൻ പ്രവേശിച്ചിട്ട് പറയുന്നു, എന്താണ് ഇവിടെ സ്വർണ്ണ തോരണ പടിക്കൽ ആരെയും കാണാത്തത്? അപ്പം അവിടുത്തെ ദ്വാരപാലിക വാതിൽ നിൽക്കുന്ന സ്ത്രീ പറയും, ഞാനുണ്ട്, വിജയം എന്താണ് വേണ്ടത്? അപ്പൊ ഭവതി ചെന്ന് അറിയിക്കൂ, വത്സരാജ്യം, അതായത് രാജാവ് രാജ്യം നോക്കാതിരുന്നപ്പോഴാണ് രാജ്യം നഷ്ടപ്പെടുന്നത്. രാജ്യമൊക്കെ വത്സരാജ്യം വീണ്ടെടുത്ത് കഴിയുന്ന ഉദയനനെ കാണാനായി കാഞ്ചുകിയൻ വന്നിരിക്കുന്നുവെന്ന് പറയുന്നു. മാത്രമല്ല വാസവദത്തയുടെ വളർത്തമേയ വസുന്ധരയുമുണ്ട്, രണ്ടുപേരും നിൽക്കുന്നു. അപ്പോൾ ദ്വാരപാലിക പറയുന്നു, കാവൽക്കാർ ഇപ്പോൾ അവിടെ ചെല്ലാൻ പാടില്ല. എന്തുകൊണ്ടാണ് ചെന്നുകൂടാത്തതെന്ന് കാഞ്ചുകിയൻ ചോദിക്കുമ്പോൾ,
ഇന്ന് തമ്പുരാൻ ശയനമാളികയിൽ ഇരിക്കുമ്പോൾ ആരുടെയോ വീണ വായന കേട്ടു. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഘോഷവതിയുടെ ശബ്ദം, അതായത് ഇദ്ദേഹത്തിനുള്ള വീണ ആണല്ലോ ഘോഷവതി. അപ്പൊ തമ്പുരാൻ ചോദിച്ചു എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന്. അപ്പോൾ നർമ്മദാ തീരത്തുള്ള പൊന്തക്കാട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ വീണ കിട്ടിയപ്പോൾ തമ്പുരാൻ അത് വെച്ച് മോഹാലസ്യപ്പെട്ട് പിന്നീട് കണ്ണീർ വാർക്കലായി. ഘോഷവതി, നിന്നെ എനിക്ക് കിട്ടി, അവളെ മാത്രം കിട്ടിയില്ലല്ലോ, അതായത് വാസുദേവത്തെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ പോയി നിങ്ങൾ വന്ന കാര്യം ഞാൻ എങ്ങനെയാണ് അറിയിക്കുക? അപ്പൊ കാഞ്ചികൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പോയി അറിയിക്കൂ, ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ രാജാവ് കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രാജാവിന്റെ സംഭാഷണമാണ് അടുത്തത്. ഘോഷവതി എന്ന വീണയോട് പറയുകയാണ്, നീ വാസവദത്ത ദേവിയുടെ സ്ഥലങ്ങളിൽ, മുലകളിലും അവളുടെ ജഗനത്തിലും മടിയിലും ഒക്കെ ഇരുന്നതല്ലേ? പിന്നീട് നീ എങ്ങനെയാണ് ഇങ്ങനെ പൊടി പിടിച്ച് കിടന്നത്? മാത്രമല്ല, നീ സ്നേഹശൂന്യാണ്, നിന്നെ ഒക്കത്തും മടിയിലും വെച്ച് നടന്നവളല്ലേ വാസവദത്ത? എന്നിട്ട് നീ എന്താണ് ഇത്രയും കാലം ഒളിച്ച് കിടന്നത്? അപ്പൊ വിദൂഷകർ പറയുന്നു, ഇങ്ങനെയൊന്നും നിങ്ങൾ ദുഃഖിക്കരുത്. അപ്പൊ രാജാവ് പറയുന്നു, അങ്ങനെയല്ല, ഈ വീണ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും എനിക്ക് അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. പക്ഷേ അവളെ ആണെങ്കിൽ കാണാനുമില്ല. പെട്ടെന്ന് ഈ വീണയെ വൃത്തിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞ് വീണ വിദൂഷകനെ ഏൽപ്പിക്കുന്നു. അപ്പോഴേക്കും ദ്വാരപാലിക വന്നിട്ട് പറയുന്നു, മഹാസേന മഹാരാജാവ് പറഞ്ഞിട്ട് അവിടുത്തെ കാഞ്ചുകിയനും അങ്കാരവതി ദേവി പറഞ്ഞിട്ട് വാസവദത്തയുടെ വളർത്തമ്മയെ വസുന്ധരയും വന്നു നിൽക്കുന്നു. എന്നാൽ പത്മാവതിയെ കൂടെ വിളിക്കുമെന്ന് രാജാവ് പറയുന്നു. അപ്പോഴേക്കും പത്മാവതി വന്നു. ആര്യപുത്രൻ ജയിച്ചാലും എന്ന് പത്മാവതി പറയുന്നു. അപ്പൊ രാജാവ് പറയുന്നു, മഹാസേനൻ പറഞ്ഞിട്ട് കാഞ്ചുകിയൻ വന്നിട്ടുണ്ട്, അതുപോലെ വാസവദത്തയുടെ വാർത്തമ്മയും വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ആര്യപുത്രന്റെ ബന്ധുക്കളുടെ ക്ഷേമവാർത്ത അറിയാൻ എനിക്കും താല്പര്യമുണ്ടെന്ന് പത്മാവതി പറയുന്നു. വാസവദത്തയുടെ ബന്ധുക്കൾ തന്റെയും ബന്ധുക്കളാണെന്ന് ഭവതി പറഞ്ഞത് ഉചിതം തന്നെ. എന്നിട്ട് ഇരിക്കാൻ പറയുന്നു. അപ്പോ പത്മാവതി പറയുന്നു, എന്നോടൊപ്പം ഇരുന്നിട്ടല്ല അങ്ങ് ആദ്യ ഭാര്യയുടെ ബന്ധുക്കളെ കാണേണ്ടത്. അതിലെന്താണ് ദോഷമെന്ന് രാജാവ് ചോദിക്കുമ്പോൾ അവളുടെ മറുപടി, ആര്യപുത്രന്റെ രണ്ടാം വേളിയാണ് ഞാൻ, അവർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പൊ രാജാവിന്റെ മറുപടി ശ്രദ്ധിക്കണം, കളത്രത്തോടൊപ്പം കാണേണ്ടവരെ കളത്രത്തെ ഒഴിവാക്കി കാണുന്നതിലും ദോഷം, ഭാര്യയോടൊപ്പം കാണേണ്ടവരെ ഭാര്യയോടൊപ്പം ഇരുന്നതിനെ കാണും. അങ്ങനെ ആര്യപുത്രന്റെ കൽപ്പന പോലെ എന്ന് പറഞ്ഞ് അവൾ ഇരിക്കുന്നു. അപ്പോ ഇനി അച്ഛനും അമ്മയും, അവളുടെ വാസവദത്തയുടെ അച്ഛനും അമ്മയും വന്നിട്ട് എന്തായിരിക്കും പറയുക എന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ രാജാവ് പറയുന്നത് ശരിയാണ്, ഞാൻ മകളെ അവിടെ നിന്ന് മോഷ്ടിച്ചു, അതായത് വാസവദത്തെ മോഷ്ടിച്ചു, രക്ഷിച്ചതുമില്ല. അവളുടെ നന്മകളൊക്കെ ഞാൻ തകർത്തവനാണ്. പിതാവിന് കോപമുളവാക്കിയ മകനെ പോലെ എനിക്ക് പേടിയുണ്ട്. അപ്പോഴേക്കും കാഞ്ചികേയനും ധാത്രിയും പടിക്കൽ കാത്തു നിൽക്കുന്നു. അവർ വരുന്നു. അപ്പൊ കാഞ്ചികേയൻ പറയുന്നു, രാജകുമാരിയുടെ മരണം എനിക്ക് വലിയ ദുഃഖമാണ്, എന്തായാലും ഞാനിവിടെ എത്തി. അടുത്ത് ചെന്ന് കാഞ്ചികേയൻ പൊന്നു തമ്പുരാൻ വിജയിക്കട്ടെ എന്ന് പറയുന്നു. ഇപ്പൊ രാജാവ്, ഭൂമിയിലുള്ള രാജാക്കന്മാരെല്ലാം ഉയർത്താനും താഴ്ത്താനും ശക്തരാണ് മഹാസേന രാജാവ്. ഞാനുമായി ബന്ധത്വം സ്ഥാപിക്കാൻ ആശിച്ചിരുന്ന അവിടത്തേക്ക് ക്ഷേമമല്ലേ എന്ന് പറയുന്നു. അതെ, മഹാസേനന് ക്ഷേമം തന്നെയാണെന്ന് പറയുന്നു. മഹാസേന മഹാരാജാവിന്റെ കൽപ്പന എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങ് ഇരുന്ന് തന്നെ, അതായത് കൽപ്പന ഇരുന്ന് കേട്ടാൽ മതി എന്ന് പറയുന്നു. ശത്രുക്കൾ അപഹരിച്ചിരുന്ന രാജ്യം തിരിച്ചു കിട്ടി. ഉത്സാഹമുള്ളവർക്ക് രാജ്യം ഐശ്വര്യം അനുഭവിക്കാൻ കഴിയും. ഇപ്പൊ രാജാവ് പറയുന്നത് ഇതെല്ലാം മഹാസേനന്റെ പ്രഭാവം, മഹത്വമാണ്. പണ്ട് മഹാരാജാവ് എന്നെ ജയിച്ചിട്ടും മക്കളോടൊപ്പം ലാളിച്ചു. എന്നെ അങ്ങനെയാണ് രാജാവ് കണ്ടത്. ഞാൻ കന്യകയെ അപഹരിച്ചു, എനിക്ക് അവളെ പരിപാലിക്കാൻ കഴിഞ്ഞില്ല. മകളുടെ മരണം അറിഞ്ഞതിന് ശേഷവും വീണ്ടും അദ്ദേഹം എന്നോട് സ്നേഹം കാണിക്കുന്നു. എനിക്ക് എന്റെ വത്സരാജ്യം തിരിച്ചെടുക്കാനും അദ്ദേഹം കാരണമായി. അപ്പോൾ കാഞ്ചികേയൻ പറയുന്നു, ദേവിയുടെ സന്ദേശം, അതായത് ഈ വസുന്ധര എന്ന വളർത്തമ്മയുടെ സന്ദേശം കൂടെ കേൾക്കൂ രാജാവ്. അമ്മ, അന്തപുരത്തിലെ 16 റാണിമാരിൽ ഏറ്റവും ഒന്നാം സ്ഥാനം നൽകിയിരുന്നവളാണ് എന്റെ വാസവദത്ത. അതായത് മഹാസേന മഹാരാജാവിന്റെ അമ്മയെക്കുറിച്ച് രാജാവ് പറയുന്നതാണ്. അന്തപുരത്തിലെ 16 റാണിമാരിൽ ഏറ്റവും പുണ്യവതിയായിരുന്നു വാസവദത്തയുടെ അമ്മ, അവർക്ക് സുഖമല്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ തോഴി പറയുന്നു, അവിടത്തേക്ക് സുഖമാണോ എന്ന് അവിടെ നിന്നും അമ്മയും റാണിയും അന്വേഷിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇവിടെ എന്ത് കുശല, ഇവിടത്തെ കുശല ഇങ്ങനെയൊക്കെയാണെന്ന് വീണ്ടും കരയുന്നു. അപ്പോൾ ധാത്രി പറയുന്ന, അങ്ങ് ധൈര്യം, സങ്കടപ്പെടരുത്. കാഞ്ചുകിയൻ, ഇത്രത്തോളം അങ്ങേക്ക് അരികമ്പയുണ്ടെങ്കിൽ മഹാസേനന്റെ പുത്രി മരിച്ചിട്ടില്ല. പിന്നെ മരണകാലമായാൽ ആർക്കാണ്, അങ്ങേക്ക് ഇപ്പോഴും ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ മഹാസേനന്റെ പുത്രിയായ വാസവദത്ത മരിച്ചു പോയെങ്കിലും മരിച്ചിട്ടില്ല.
പക്ഷെ മരണകാലം ആയാൽ ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. കയററ്റുപോയാൽ കുട ആര് താങ്ങും? മനുഷ്യർക്കും കാടിന്റെ ഗതി തന്നെ. കാലമായ നശിക്കും, വീണ്ടും അത് മുളയ്ക്കുകയും ചെയ്യും എന്ന് പറയും. അപ്പൊ രാജാവ് പറയുന്ന അങ്ങനെയല്ല, മഹാസേനന്റെ മകൾ എനിക്ക് ശിഷ്യയായിരുന്നു ആ വാസവദത്ത. എനിക്ക് ദേവിയാണ്, എനിക്ക് പ്രിയയാണ്. അവളെ എനിക്ക് മറ്റു ജന്മത്തിലും അവളെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ മഹാറാണി പറയുന്നു, വാസവദത്ത മരിച്ചുപോയി. ഞാനും മഹാസേന മഹാരാജാവ് മുൻപ് തന്നെ ജാമാതാവായി സങ്കല്പിച്ചതിനാൽ അങ്ങ് ഞങ്ങൾക്ക് ഗോപാലകനെയും പാലകനെയും പോലെയാണ്. അതുകൊണ്ട് അങ്ങേ ഉജ്ജയിനിയിലേക്ക് വരുത്തി ഞങ്ങൾ അവളെ വീണ പഠിപ്പിച്ചു. അങ്ങാണെങ്കിലോ ചാബല്യം കൊണ്ട് വിവാഹം നടക്കുന്നതിന് മുമ്പ് അവളെയും കൊണ്ട് കടന്നു. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ചിത്രം വെച്ചാണ് ഞങ്ങൾ ഉജ്ജയിനിയിൽ വിവാഹകർമ്മം നടത്തിയത്. ആ ചിത്രം ഇതാ കൊടുത്തേക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ചിത്രം രാജാവിന് നൽകുന്നത്. ഇത് രാജാവ് അങ്ങ് കാണൂ എന്ന് പറയും. അപ്പൊ രാജാവ് പറയുന്നു, കൊള്ളാം, 100 രാജ്യം കിട്ടുന്നതിനേക്കാൾ പ്രിയമാണ് എനിക്ക് ഈ വാക്കുകൾ. അപ്പോൾ വാസവദത്തയുടെ അമ്മയ്ക്ക് ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പത്മാവതി അപ്പോഴേക്കും പറയുന്ന, ആര്യപുത്ര, ചിത്രത്തിലെ ജ്യേഷ്ഠത്തെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ ധാത്രി നോക്കിയാലും എന്ന് പറഞ്ഞ് ചിത്രം കാട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പത്മാവതി പറയുന്നത്, ഇത് ഇവിടുത്തെ അവന്തികയുടെ നല്ല രൂപമാണല്ലോ. ആര്യപുത്ര, ജ്യേഷ്ഠത്തിയുടെ ഛായ ഒത്തിട്ടുണ്ടോ? രാജാവ് ഛായ ഒത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇത് അവള് തന്നെയാണെന്ന് തോന്നിപ്പോകുന്നു. ഇത്രയും സുന്ദരിയായി അവൾക്ക് എങ്ങനെയാണ് അവളെ അഗ്നിക്ക് വിഴുങ്ങാൻ കഴിഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേരും ഈ ചിത്രങ്ങൾ മാറി മാറി നോക്കുന്നു. അപ്പൊ പത്മാവതി വീണ്ടും ചോദിക്കുകയാണ്, രാജാവ് ചോദിക്കുന്നത്, ദേവി ചിത്രം കണ്ടത് മുതൽ പത്മാവതിയുടെ മുഖത്തൊരു ഉത്കണ്ഠ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പത്മാവതി പറയുന്നത്, ഇവിടെ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്, ഈ ചിത്രവുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ രാജാവ് വാസവദത്തയുമായി സാമ്യമുള്ള ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ വേഗം കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ പത്മാവതി പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് ഒരു ബ്രാഹ്മണൻ സഹോദരിയാണെന്ന് പറഞ്ഞൊരു സ്ത്രീയെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ഭർത്താവ് എവിടെ പോയിരിക്കുകയാണെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ അവൾ വന്നാൽ അവൾക്ക് പരപുരുഷന്മാരെ കാണുന്ന ഇഷ്ടമില്ല. അപ്പൊ അങ്ങ് തന്നെ നോക്കി അവളെ മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പൊ രാജാവ് ബ്രാഹ്മണന്റെ സഹോദരിയാണെങ്കിൽ അത് മറ്റാരോ ആണ്. എന്റെ ആശയം നശിച്ചു. അപ്പൊ ഒരേപോലെ രൂപസാദൃശ്യം ലോകത്ത് പലർക്കും ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നു. അപ്പോ ദ്വാരപാലിക വന്ന് പറയുന്നു, അത് ഉജ്ജയിനിയിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ വന്ന് നിൽക്കുന്നു, തമ്പുരുട്ടിയുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുള്ള സഹോദരി. അപ്പോൾ യോഗന്ധരായണൻ വീണ്ടും അവിടെ എത്തുകയാണ്. അപ്പൊ പത്മാവതി പറയുന്നു, മറ്റേ ബ്രാഹ്മണനായിരിക്കുമോ ഇതെന്ന് ചിന്തിക്കുന്നു. അപ്പൊ എന്തായാലും ബ്രാഹ്മണനെ കൂട്ടിക്കൊണ്ടുവന്നു. അതേസമയം തന്നെ യോഗന്ധരായണൻ അവിടെ എത്തുന്നു. പത്മാവതിയോട് രാജാവ് ആ സ്ത്രീയെയും കൂട്ടിക്കൊണ്ട്, ഈ ചിത്രത്തിലുള്ള ഒരുത്തരു സ്ത്രീ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അവരെയും കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ യോഗന്ധരായണൻ ചിന്തിക്കുകയാണ്, അരജന്റെ ഭാവി നന്മയ്ക്ക് വേണ്ടി, രാജാവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ രാജാവിന്റെ പത്നിയെ ഇങ്ങനെ ഒളിപ്പിച്ചതും എല്ലാ പണികളും ഒപ്പിച്ചതും. അദ്ദേഹം ഇനി എന്താണ് എന്നോട് പറയുക എന്ന് ശങ്കിക്കുന്നു. അപ്പോൾ ദ്വാരപാലിക അദ്ദേഹത്തെ മുമ്പിലേക്ക് അയച്ചു. അപ്പൊ ഈ ശബ്ദം കേട്ട് അവിടത്തേക്ക് വിജയം ഉണ്ടാകട്ടെ എന്ന ശബ്ദം യോഗന്ധരായണൻ പുറപ്പെടുവിക്കുമ്പോൾ രാജാവ് പറയുന്നു, ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ചോദിക്കുന്നു, ബ്രാഹ്മണ അങ്ങയുടെ സഹോദരി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ? രാജാവ് ഉണ്ട്. എന്നാൽ വേഗം അദ്ദേഹത്തിന്റെ സഹോദരിയെ തിരിച്ച് ഏൽപ്പിക്കൂ. അപ്പോഴേക്കും വാസവദത്തയും പത്മാവതി അവിടെ പ്രവേശിക്കുന്നു. അപ്പൊ വാസവദത്ത പറയുകയാണ്, വാസവദത്തയോട് പത്മാവതി പറയുന്നു, ആര്യയുടെ ജ്യേഷ്ഠൻ എത്തിയിരിക്കുന്നു. വാസവദത്ത എപ്പോഴെങ്കിലും എന്നെ ഓർത്തല്ലോ. അപ്പൊ രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് പത്മാവതി പറയുകയാണ്, ഇതാണ് ആ ന്യാസം, ഇതാണ് ആ ന്യാസം എന്ന് പറഞ്ഞാൽ മുതൽ. അപ്പൊ പത്മാവതി ന്യാസം മടക്കി കൊടുക്കുമ്പോൾ അത് സാക്ഷികൾ വേണം. അപ്പൊ അന്ന് തന്നപ്പോഴുള്ള സാക്ഷികൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പത്മാവതി പറയുന്നുണ്ട്, അങ്ങയുടെ സഹോദരിയെ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ പെട്ടെന്ന് വാസവദത്തയുടെ ധാത്രി കണ്ടിട്ട് പറയുന്നു, അയ്യോ, ഇത് നമ്മുടെ വാസവദത്ത കൊച്ചു തമ്പുരാട്ടിയാണല്ലോ. രാജാവ്, എന്ത് മഹാസേനന്റെ പുത്രിയോ? ദേവി പത്മാവതിയോടൊപ്പം അകത്തേക്ക് പൊയ്ക്കോളൂ. പോണ്ട, കാരണം നീ എന്റെ ഭാര്യയാണ് എന്ന് പറയും. യോഗന്ധരായൻ, പാടില്ല, ഇതെന്റെ സഹോദരിയാണ്. രാജാവ്, അങ്ങ് എന്താണ് പറയുന്നത്? അവൾ മഹാസേനന്റെ പുത്രിയാണ്. യോഗന്ധരായണൻ, രാജാവെ അങ്ങ്. അപ്പൊ വീണ്ടും യോഗന്ധരായണൻ രാജാവിനെ ഒന്ന് പരീക്ഷിക്കുകയാണ്. അങ്ങ് ഭരതന്റെ കുലത്തിൽ ജനിച്ചവനും വിനീതനും ജ്ഞാനിയുമാണ്, എന്നിട്ട് ബലാത്കാരം നടത്തുന്നത് ശരിയല്ല. അപ്പൊ രാജാവ് പറയുന്നു, ഞാൻ തന്നെ നോക്കാം അവളുടെ രൂപം, അവളുടെ മുഖത്തുള്ള മറ നീക്കാൻ പറഞ്ഞു. അപ്പൊ യോഗന്ധരായണൻ, മഹാരാജാവ് വിജയിക്കട്ടെ എന്ന് പറയുന്നു. വാസവദത്തെ ആര്യപുത്രന് വിജയം എന്ന് പറയുന്നു. അപ്പൊ അതായത് ബ്രാഹ്മണന്റെ മുഖത്തെ ആ ഒരു രൂപം മാറ്റമാണ് രാജാവ് നോക്കുന്നത്. നോക്കിയിട്ട് ഇത് യോഗന്ധരായണൻ എന്ന് പറയുന്നു. അതുപോലെ വാസവദത്തയുടെ മുഖം നോക്കിയിട്ട്, അയ്യോ, ഇത് മഹാസേനപുത്രി, ഇതാ ഞാൻ സത്യമാണോ സ്വപ്നമാണോ? അന്ന് കണ്ടു കിട്ടിയിട്ടും ഇവളെന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞു എന്ന് പറയും. അപ്പൊ യോഗന്ധരായണൻ പറയുന്നു, ഞാൻ ദേവിയെ ഒളിപ്പിച്ചത് ഞാൻ തന്നെയാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് രാജാവിന്റെ കാൽക്കൽ വീഴുന്നു. രാജാവ്
യോഗന്ധരായണനെ എഴുന്നേൽപ്പിച്ചിട്ട്, യോഗന്ധരായണനാണല്ലോ അങ്ങ്, ഭ്രാന്താഭിനയങ്ങൾ, യുദ്ധഘോഷങ്ങൾ, രാജനീതി, ഗൂഢവിദ്യകൾ, ഇങ്ങനെ പല യത്നങ്ങൾ കൊണ്ട് അങ്ങ് രാജഭരണത്തിൽ മുങ്ങിത്താഴുകയായിരുന്നതിനെ ഉയർത്തി. യോഗന്ധരായണൻ, സ്വാമി ഭാഗ്യങ്ങളെ അനുഗമിക്കുന്നവർ, എന്റെ രാജാവിന്റെ ഭാഗ്യമാണ് എന്റെയും ഭാഗ്യം എന്നങ്ങ് മനസ്സിലാക്കുക. പത്മാവതി, ദേവമേ, ജ്യേഷ്ഠത്തി തന്നെയാണല്ലോ ഇത്. ജ്യേഷ്ഠത്തി, ഞാൻ കൂട്ടുകാരിയെ പോലെ പെരുമാറിയത് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. കാൽക്കൽ വീണ് മാപ്പ് പറയുന്നു. വാസവദത്ത അവളെ എഴുന്നേൽപ്പിച്ചിട്ട്, സുമംഗലി, ന്യാസത്തോടല്ലേ നീ അപരം? നീ അങ്ങനെ തമാശ എന്തെങ്കിലും എന്നോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന്റെ സപത്നി എന്ന നിലയിലല്ല, ഞാൻ നിന്റെ ന്യാസമായിരുന്നു, നിന്റെ മുതലായിരുന്നു, അതിനോടല്ലേ നീ തെറ്റ് ചെയ്തത്. അപ്പോൾ പത്മാവതി, ഞാൻ അനുഗ്രഹീത എന്ന് പറയുന്നു. അപ്പൊ രാജാവ് ചോദിക്കുന്നത്, എന്തിനാണ് നീ ഇങ്ങനെ ദേവിയെ ഒളിപ്പിച്ചത്? അപ്പോ പത്മാവതി ഏൽപ്പിക്കാൻ കാരണം എന്താണെന്ന് രാജാവ് ചോദിക്കുന്നു. അപ്പോൾ യോഗന്ധരായണൻ പറയുന്നു, എന്തായാലും അങ്ങേക്ക് ഭാര്യയായി പത്മാവതി വരുമെന്ന് സിദ്ധന്മാരെല്ലാം പറഞ്ഞു. ഇതും രുമണ്വാൻ അറിഞ്ഞിരുന്നു. അപ്പൊ സ്വാമി, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പൊ കൊള്ളാലോ, നിങ്ങളെല്ലാം സൂത്രശാലികളാണല്ലോ. അപ്പൊ എന്തായാലും ദേവി പത്മാവതിയോടൊപ്പം നമുക്ക് ഉജ്ജയിനിയിലേക്ക് പോകാം എന്ന് രാജാവ് പറയുന്നു. അങ്ങനെയാണ് അംഗം അവസാനിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്വപ്നവാസവദത്തം എന്ന നാടകം വളരെ ഭംഗിയായി അവസാനിക്കുകയാണ്. അപ്പൊ രാജാക്കന്മാരുടെ കയ്യിലെ തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുമ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മന്ത്രിമാരും പ്രധാന സജീവന്മാരും ഒക്കെ പ്രധാന ആൾക്കാരും ഒക്കെ ചേർന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അവരുടെ ഭാര്യമാർ അവരോടൊപ്പം രാജാവിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ളൊരു ഭാര്യയാണ് വാസവദത്ത. അപ്പോൾ രാജാവിന്റെ സ്വപ്നത്തിലാണ് വാസവദത്തെ രാജാവ് ദർശിക്കുന്നത്. യഥാർത്ഥത്തിൽ കണ്ടിട്ടും സ്വപ്നമാണെന്ന് ധരിക്കുന്നു. അതുകൊണ്ടാണ് സ്വപ്ന വാസവദത്തം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വളരെ ശുഭപര്യവസായിയായിട്ടാണ് ഭാസൻ ഈ നാടകം അവസാനിപ്പിച്ചിരിക്കുന്നത്. രാജാവ് ഉദയനനും പത്മാവതിയും വാസവദത്തയും കൂടെയാണ് ഉജ്ജയിനിയിലേക്ക് പോയി മഹാസേനനെ കാണുന്നത്. അങ്ങനെയാണ് ഈ നാടകം അവസാനിക്കുന്നത്. അപ്പൊ ഈ നാടകം കേൾക്കുമ്പോൾ പല ഭാഗങ്ങളിലും വേണ്ട ഭാഗങ്ങൾ, ആവശ്യമുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട്. കഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ആരാണ് പറഞ്ഞതുകൊണ്ടാണ് പാഠഭാഗം വായിച്ച് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് കേൾക്കുക. ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീല ടീച്ചർ.